ഇനി നിങ്ങളോട് സന്തോഷ വാർത്ത പറയാനുണ്ട്. ഇന്നിതാ നമുക്ക് നല്ലൊരു അടിപൊളി വലിയൊരു പാക്കറ്റ് വന്നിട്ടുണ്ട്. ആമസോണിൽ നിന്നുള്ള പാക്കറ്റ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്ന് കാണണ്ടേ. അപ്പോൾ എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നേപ്പിക്കും. വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് തുറന്ന് നോക്കാം. വളരെ കാര്യമായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആവശ്യം നല്ല കനൊക്കെയുണ്ട്. അടിപൊളി കിച്ചൺ സ്റ്റാൻഡാണ്. ഒരു കോർണർ സ്റ്റാൻഡ്. ഇത് എനിക്ക് കിച്ചണിലേക്ക് വാങ്ങുന്നതിന് കുറേ നാളായി വിചാരിക്കുന്നു, പക്ഷെ നടന്നില്ല. ഇപ്പോഴാണ് അതിനുള്ള സമയം. അപ്പം ഇതാണ് നമ്മുടെ കിച്ചൺ സ്റ്റാൻഡ്. അത് കിച്ചണിൽ കോർണറിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്റ്റാൻഡാണ്. എനിക്ക് കിച്ചണിലുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരെണ്ണമാണ് കോർണറിൽ ഞാൻ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡുകളിലൊക്കെ പ്ലാസ്റ്റിക് ഇത്തിരി കട്ടായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ പാക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസൊക്കെ നമ്മൾ വെച്ചിട്ടെടുക്കുമ്പോൾ അതിന് കൊണ്ടുപോയി പാക്കറ്റ് കീറണം. പാക്കറ്റ് കീറി പോകുമ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് സാധനം വെച്ചാലും അത് പുറത്തേക്ക് ചാടും. അപ്പോൾ ഇതാവുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. സ്റ്റീലിൻ്റെയാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 999 രൂപ. ആവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഒരുവിധം നല്ല കനമൊക്കെ ഉണ്ട്. നമുക്ക് കോർണറിൽ ഇങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ വയ്ക്കാം, ഇങ്ങനെ വയ്ക്കണമെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്കത് വയ്ക്കാം. 3 തട്ടുണ്ട്. എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. ഞാൻ പല പ്രാവശ്യം ഇതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ താഴെ നമുക്ക് മസാല ബോട്ടിൽസ് വെക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. മറ്റ് കിച്ചൺ ഐറ്റംസ് എന്തെങ്കിലും വെക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. നമ്മുടെ ടിഫിൻ കാര്യങ്ങളെല്ലാം വാഷ് ചെയ്ത് അങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. നമുക്കിത് വാളിൽ ഫിക്സ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് മുകളിലുണ്ട് വാളിൽ ഫിക്സ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ സെയിം തന്നെ താഴെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴെയും ഇതേപോലെ തന്നെ. അപ്പോൾ വളരെ സേഫായിട്ട് ഇരുന്നോളും. അടിയിൽ ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ അടിയിലും ഇതേമാതിരി നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫൈബറിൻ്റെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൗണ്ടർ ടോപ്പിലൊക്കെ ഇങ്ങനെ വെക്കാം. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഒരുപാട് ഐറ്റംസ് നമുക്ക് വയ്ക്കാൻ പറ്റും. പിന്നെ നല്ല സ്പേസ് ഉള്ളതാണ്. അതുപോലെ തന്നെ 3 തട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കിച്ചണിലേക്ക് വേണ്ടി വാങ്ങിച്ചത്. അഞ്ചുമോളുടെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസമായി. എന്നും പറയും എക്സാമൊക്കെ കഴിയുമ്പോൾ ഒന്ന് പുറത്തുനിന്ന് കൊണ്ടുപോകണം, ഹോട്ടലിൽ പോകണം, ഫുഡ് കഴിക്കണം എന്നൊക്കെ. അപ്പോൾ ഇന്നാവാം നാളെ ആവാമെന്ന് പറഞ്ഞ് വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകാമെന്ന് വെച്ചിരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ഫുഡിനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഔട്ടിങ്, പുറത്ത് പോയി ഒന്ന് ഫുഡ് കഴിച്ചു വരാം, അത്ര മാത്രമേ ഉള്ളൂ. വേറെ അധികമൊന്നും നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. വേറെ കറക്കത്തിനൊന്നും ഇപ്പോൾ പോകുന്നില്ല. നമുക്ക് നല്ല മഴയാണ്, പുറത്തുനിന്ന് മഴക്കാറുണ്ട്, മിക്കവാറും മഴ പെയ്യും. ഇന്ന് പകല് നമുക്ക് 1-2 മഴ കിട്ടുകയും ചെയ്തു. വലിയ സൂപ്പർ മഴയൊന്നും അല്ലെങ്കിലും ചെറുതായിട്ട് മഴ പെയ്തു. ഇപ്പോഴും അതിന് മഴയ്ക്ക് നല്ല കാര്യമുണ്ട്. പിന്നെ മഴക്കാറൊക്കെ കാണുന്നുണ്ട്. അത് മാത്രമല്ല നല്ല ബിസി ഡേയ്സാണ് ഞങ്ങൾക്ക്. ഇപ്പോൾ സ്കൂളിലൊക്കെ ആയാലും നല്ല വർക്കിൻ്റെ ഒരു ടൈമാണ്, നല്ല ബിസി ടൈമാണ്. റിസൾട്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല തിരക്കാണ്. അപ്പോൾ എന്തായാലും അഞ്ജുവിൻ്റെ സന്തോഷത്തിനായിട്ട് ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് പുറത്തേക്ക് പോകണം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് ഒരു 7:30 കഴിഞ്ഞ സമയത്താട്ടോ. അപ്പോൾ ഇനി ഇവിടെ വന്ന് നമ്മൾ ഹോട്ടലിലൊക്കെ കയറി ഫുഡൊക്കെ ഓർഡറൊക്കെ കൊടുത്ത് ഫുഡ് കിട്ടി നമ്മൾ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴേക്കും ഒരു സമയമാവും. എന്തായാലും ഇപ്പം മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്. ചൂടുണ്ട്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുള്ളൂ. അങ്ങനെ ഞങ്ങളിതാ ഹോട്ടലിലേക്ക് എത്തിയിട്ടോ. നമ്മൾ സ്ഥിരം വരാറുള്ള ഹോട്ടലാണ്. ഞങ്ങൾക്ക് ബസ്തിയിൽ ഞങ്ങളുടെ ഈ ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് ഇതാട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെയാണ് മിക്കവാറും സമയത്ത് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇവിടേക്കാണ് ഞങ്ങൾ വരാറ് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഹോട്ടലിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളിതാ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കിടക്കണം. അപ്പോൾ ഫുഡിനൊക്കെ ഓർഡർ കൊടുത്ത് കുറച്ച് സമയം ഞങ്ങളിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡ് വരാറായി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ടറിനാണ് ഓർഡർ കൊടുത്തിരുന്നത്. അപ്പോൾ സ്റ്റാർട്ടർ വെയിറ്റ് ചെയ്തിങ്ങനെ ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് സ്റ്റാർട്ടറിനായിട്ട് ഓർഡർ കൊടുത്തിരുന്നത് ചിക്കൻ ലോലിപോപ്പ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതാണ്. അപ്പോൾ അതൊക്കെ കഴിപ്പിക്കും തന്നെ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതെടുത്ത് ടേസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്.
അപ്പോൾ ചിക്കൻ ലോലിപോപ്പിൻ്റെ കൂടെ സോസും ഉണ്ടായിരുന്നു കേട്ടോ, ടൊമാറ്റോ സോസ്. അപ്പോൾ അതും കൂട്ടി അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളെത്തിയായിരുന്നു ഞങ്ങളിന്ന് ഹോട്ടലിൽ വന്നത്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ സ്റ്റാർട്ടറൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോഴേക്കും തന്നെ എന്താ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡിന് നമ്മളിന്ന് ഓർഡർ കൊടുത്തിരിക്കുന്നത് ബട്ടർ നാണും അതുപോലെ തന്നെ ബട്ടർ ചിക്കനുമാണ്. പിന്നെ അതിൻ്റെ കൂടെ റൈസും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ അവിടുന്ന് സബോളയൊക്കെ കട്ട് ചെയ്ത് വിനീഗറിൽ ഇട്ടിട്ടുള്ള ആ ഒരു ഐറ്റം കൂടെ അവർ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കൂട്ടി ഞങ്ങളിതാ ഫുഡ് എൻജോയ് ചെയ്യണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നീണ്ട ടൈമിന് ശേഷമാണ് നമ്മൾ ഇന്ന് ഹോട്ടലിലേക്ക് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അഞ്ചു പറയും പുറത്ത് വന്ന് ഇടയ്ക്ക് ഫുഡൊക്കെ കഴിക്കണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറേ ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെ അഞ്ചുവിനെയും കൂട്ടി വന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിഞ്ഞപ്പോൾ അഞ്ചുവിന് സ്പ്രൈറ്റ് വേണമെന്ന് പറഞ്ഞത് അഞ്ചു സ്പ്രൈറ്റ് വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. ഞങ്ങളതൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ അവിടെ നല്ലൊരു അടിപൊളി അക്വേറിയം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇത്തിരി സമയം നിന്ന് കണ്ട് അങ്ങനെ ആസ്വദിച്ച് അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഒരുവിധം നല്ല രാത്രി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സമയം 9-9:15 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയില്ലെങ്കിൽ ഒരുപാട് രാത്രിയാവും. അപ്പോൾ അതുകൊണ്ട് വേഗത്തിൽ തന്നെ ഇനി വീട്ടിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡിന്നർ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകണം കേട്ടോ. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇപ്പോഴേക്കും സമയം 9:15 കഴിഞ്ഞു കേട്ടോ. 9:15 കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ഇറങ്ങിയേക്കണേ. ഇന്നലെ രാത്രി ഞങ്ങൾ ഹോട്ടലിലൊക്കെ പോയി വന്നിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ നമ്മൾ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലിക്കുള്ള ഒരു പാക്കറ്റ് ഞങ്ങൾക്കൂടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ പോയിപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ ദോശയുടെ ബാറ്റർ വാങ്ങിച്ചിട്ടുണ്ട്, ദോശയുടെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇഡ്ഡലിയുടെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. ഇത് MTR എന്ന് പറയുന്നൊരു കമ്പനിയുടെയാണ്. അപ്പോൾ റൈസ് ഇഡ്ഡലിയാണ് ഇത് എഴുതിയേക്കുന്നത്, റൈസ് ഇഡ്ഡലി എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനിത് വാങ്ങിച്ചുണ്ടാക്കുന്നത്. എനിക്കറിയില്ല ഇതെങ്ങനെയാണ്, എത്രത്തോളം നല്ലതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇതുകൊണ്ടുള്ള ഇഡ്ഡലിയും അതുപോലെ തന്നെ നമ്മുടെ സാധാ തേങ്ങ ചട്നിയും ഉണ്ടാക്കി ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയാക്കാമെന്ന് വിചാരിച്ചേക്കണം. ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ടായാലും വാങ്ങിക്കാമല്ലോ. അപ്പോൾ നമുക്ക് പാക്കറ്റ് പൊട്ടിക്കാം. ഇത് 500 ഗ്രാമിൻ്റെ പാക്കറ്റ് കേട്ടോ. ഇതിൻ്റെ വില വരുന്നത് 145 രൂപയാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ നമുക്ക് ചേർക്കേണ്ടത് ജസ്റ്റ് വെള്ളം മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ കുറച്ച് തൈര്, പുളിയുള്ള കുറച്ച് തൈരും കൂടെ ചേർക്കണം. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ ജസ്റ്റ് 5 മിനിറ്റ്സ് മാത്രം നമുക്ക് നീക്കി വെച്ചാൽ മതി. റെസ്റ്റ് ചെയ്യാനായിട്ട് 5 മിനിറ്റ്സ് വെക്കുക. അത് കഴിയുമ്പോൾ ഉടനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. ഞാനെന്തായാലും ഇത് മുഴുവൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആവശ്യം പുളിയുള്ള തൈര്. ഈ കയ്യിൽ 2 കയ്യിൽ തൈര് ഞാൻ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഈ ബാറ്റർ ഒന്ന് റെഡി ആക്കിയതിന് ശേഷം നോക്കാം, പുളി കുറവുണ്ടെങ്കിൽ അപ്പം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ബാറ്റർ മിക്സ് ആക്കാം. റൈസ് ഇഡ്ഡലി എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് വാങ്ങിക്കാൻ കാരണം. റൈസ് ആകുമ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലത്തെ ആ ഒരു ഇതായിരിക്കുമല്ലോ എന്ന് വെച്ചു. ഇനിയിപ്പോൾ റവയൊക്കെയാണോ ഇതിനകത്ത് അധികം നമുക്കറിയില്ല. അപ്പം ഞാൻ എന്താ ബാറ്ററിയുടെ നല്ലപോലെ തന്നെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് റവയും മിക്സാണ്, റവയും ഉണ്ട്. അതുപോലെ തന്നെ അരിപ്പൊടിയൊക്കെ നല്ലപോലെ ഫ്രൈ ചെയ്തിട്ടുണ്ട് അവർ. ഉഴുന്ന് ചേർത്തിട്ടുണ്ട്, അതുപോലെ ഉപ്പും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഉപ്പൊന്നും ഇതിനകത്ത് വേറെ സെപ്പറേറ്റ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റവയൊക്കെ നല്ലപോലെ ചേർത്തതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം നല്ലപോലെ ചേർക്കണം. ഇതിനകത്ത് ഒരു മെഷർമെൻ്റ് ഒക്കെ തന്നിട്ടുണ്ട്, എത്രയാണ് വെള്ളം ചേർക്കേണ്ടതെന്നും കേർഡ് ചേർക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്നത് 250 ml വാട്ടറാണ് ഇതിനകത്ത് ചേർക്കാൻ പറഞ്ഞേക്കണം. അതുപോലെ തന്നെ കേർഡ് 150 ഗ്രാം. അപ്പോൾ ഞാനൊരു ഉദ്ദേശം കണ്ട് ഇവർ പറഞ്ഞത് കറക്റ്റ് ഒഴിക്കാതെ നോക്കി ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സോളം വെള്ളം കറക്റ്റ് വേണം കേട്ടോ. ഇനി ഇതിനകത്ത് ബാക്കിയുള്ള വെള്ളം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതും വേണമെങ്കിൽ ഒഴിക്കാം, കാരണം റവ ഉള്ളത് കൊണ്ട് തന്നെ ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ വയ്ക്കുള്ളൂ. അപ്പോൾ സെറ്റ് ചെയ്ത് നമ്മൾ എടുക്കുമ്പോഴേക്കും റവ ആ വെള്ളം കുടിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല തിക്കാവാൻ
സാധ്യത കാണുന്നു. അപ്പോൾ എന്തായാലും ഒരു സ്പൂണോളം വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. മെത്തേഡ് എളുപ്പമാണ്, പക്ഷേ എത്രത്തോളം ടേസ്റ്റി ആയിരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ വരാമെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ എന്തായാലും ഒരുവിധ ലംസ് കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നീക്കി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അപ്പോൾ ഈ രീതിയിലായിട്ട് ഞാൻ ബാറ്റർ മിക്സ് ചെയ്തേക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇങ്ങനെയാണ് ഞാൻ റെഡി ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇഡ്ഡലി പാത്രമൊക്കെ എടുത്ത് അത് ഓയിലൊക്കെ പുരട്ടി ഒക്കെ എടുത്ത് വരുമ്പോഴേക്കും എന്തായാലും ഒരു 5 മിനിറ്റ് എടുക്കും. അപ്പോൾ നമുക്കത് സെറ്റ് ആവാനായിട്ട് 5 മിനിറ്റ് നീക്കി വയ്ക്കാം. ഇനി നിങ്ങളോട് സന്തോഷ വാർത്ത പറയാനുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന, അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് ആൽവിന് പാർട്ട് ടൈം ജോബ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് അറിയിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആൽവിൻ വിളിച്ച് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അറിയിക്കുന്നതാണ്. നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ആൽവിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി താങ്ക്സ്. അപ്പോൾ ആൽവിന് പാർട്ട് ടൈം ജോബ് ശരിയായിരിക്കുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 2-3 ഐറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അവർക്ക് കാർ വാഷ് ഉണ്ട്, അതുപോലെ തന്നെ പെട്രോൾ പമ്പ് ഉണ്ട്, പിന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഏതിനകത്ത് വേണമെങ്കിലും ആൽവിന് ജോലി ഉണ്ടാകാം. ഒരു ദിവസം കാർ വാഷിലാണെങ്കിൽ ഒരു ദിവസം സൂപ്പർ മാർക്കറ്റിലാവാം, ഒരു ദിവസം പെട്രോൾ പമ്പിലാവാം. അങ്ങനെ ഡിഫറെൻറ്റ് ഡ്യൂട്ടീസാണ് അവർ കൊടുക്കുന്നത്. എന്തായാലും അവിടെ ഓൾറെഡി ജോബ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജോബ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സന്തോഷമായിട്ട് പോകുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ആൽവിനും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമെന്ന് വിചാരിച്ചുമായിരുന്നു ഞാൻ. അപ്പോൾ അറിയണമെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ അറിയിക്കാമെന്ന് ഞാൻ കമൻസിലൂടെ അറിയിച്ചായിരുന്നു. ഒത്തിരി ഫ്രണ്ട്സ് നമുക്ക് കമൻസിലൂടെ അറിയിക്കുന്നുണ്ടായിരുന്നു ആൽവിൻ്റെ വേഗത്തിൽ പാർട്ട് ടൈം ജോബ് ശരിയാവും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട പ്രാർത്ഥനയ്ക്ക് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഞാൻ എന്താ ഇഡ്ഡലി പാത്രത്തിൽ ഓയിലൊക്കെ പുരട്ടി നമ്മുടെ കട്ടുകളിലൊക്കെ ഓയിലൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇഡ്ഡലി പാത്രവും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. വെള്ളമൊക്കെ എടുത്ത് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ കിട്ടിയ സമയം കൊണ്ട് വേഗം തന്നെ ചട്നി ഉണ്ടാക്കി. അപ്പോൾ കോക്കനട്ട് ചട്നി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ചട്നി ഇവിടെ റെഡി. ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ താളിച്ചൊഴിക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം സവോള കട്ട് ചെയ്തെടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തേക്കാം. പിന്നെ ഒരു 3-4 വറ്റൽമുളകും ഇത്തിരി കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഇതൊന്ന് താളിച്ചൊഴിക്കണം. പാനൊന്ന് ചൂടാവാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിച്ച ആ ഒരു കിച്ചണിലേക്ക് വേണ്ടി വാങ്ങിച്ച റാക്ക് ഉണ്ടല്ലോ, അത് ഞാൻ ഇവിടെ ആട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ കോർണറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ നമുക്കിത് എന്ത് വേണമെങ്കിലും വെക്കാം. ഞാനിങ്ങനെ എനിക്ക് കയ്യിൽ ഇവിടെ എക്സ്ട്രാ ആയിട്ടൊക്കെ വെക്കേണ്ട ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മസാല ബോട്ടിൽസ് അങ്ങനത്തെയൊക്കെ ഞാൻ ഇരുന്ന് വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ കഴിഞ്ഞ വർഷത്തെ മാംഗോ പിക്കിളിൻ്റെ ബോട്ടിലാണ്. ഇത് കോൺഫ്ലെക്സ്, പിന്നെ ഇത് നമ്മുടെ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ അതിന് മസാല ഇങ്ങനത്തെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ഇവിടെ നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് ചോദിച്ചായിരുന്നു, ചേച്ചി കഴിഞ്ഞ വർഷം ഉപ്പിലിട്ട മാങ്ങയൊന്നും കാണിച്ചില്ലല്ലോ. ഇതാണ് കേട്ടോ ഒരു സെറ്റ് ഉപ്പിലിട്ട മാങ്ങ. ഇവിടെ കണ്ടതുകൊണ്ട് ഞാൻ കാണിച്ചത്, ബാക്കി ഞാൻ കെട്ടിയൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും എടുക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ താഴെ ഇപ്പോൾ കുറച്ച് സ്ഥലമൊക്കെ എംറ്റി ആയിട്ടൊക്കെ കിടക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ സ്പേസ് ഉണ്ടാവുമല്ലോ വയ്ക്കാനായിട്ട്. അങ്ങനെ എന്നോട് തൊട്ട് ചേർന്നാണ് ഞാൻ എൻ്റെ മസാല ബോട്ടിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാനിവിടെ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെ സ്ഥലം എന്താ പറയുക, ഈ ഇവിടെ അല്ലെങ്കിൽ ബോട്ടിലൊക്കെ വയ്ക്കുന്ന നേരത്തെ ചിലപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റാക്ക് ആയതുകൊണ്ട് തന്നെ കട്ടാവാറുണ്ട്. അപ്പോൾ അത് മാറി ഇപ്പോൾ സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ആയി കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മുടെ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കോക്കനട്ട് ഓയിലാണ് ഉണ്ടാക്കുന്നത്. ഓയിലായാലും നല്ലപോലെ ചൂടായി. നമുക്ക് ഞാൻ ആദ്യം ഇത്തിരി കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ശകലം സവോള കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിലവർ ഇടാറില്ല സവോള, ഞാൻ ഇടാറുണ്ട് കേട്ടോ. എനിക്ക് ഞങ്ങളിവിടെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഇടാറുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഇടുന്നത്. നമ്മുടെ സവോളയും മുളകൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ ചട്നി ആദ്യം തന്നെ റെഡി ആകണമെങ്കിൽ ഇഡ്ഡലി ആവുന്നതിനനുസരിച്ച് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കിട്ടിയ ഗ്യാപ്പിന് വേഗം ചട്നി ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാം ഇവിടെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചട്നിയിലേക്ക് എടുത്തൊഴിക്കുക. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചട്നീനെ അടച്ച് നീക്കി വെച്ച് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ നോക്കാം.
അപ്പോൾ ഇഡ്ഡലിയുടെ ബാറ്റർ ഇത് അവിടെ നല്ലപോലെ സെറ്റായിരിക്കുന്നുണ്ട്. 5 മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കിനി വേഗം ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഇവിടെ നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അധികം തിക്കായിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചായിരുന്നു ഒത്തിരി തിക്കാവുമെന്ന്. അപ്പോൾ വെള്ളമൊക്കെ അവിടെ ചൂടായി തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ തന്നെ. അപ്പോൾ നമുക്കിനി ബാറ്റർ കോരി ഒഴിക്കാം. ഞാൻ ഈ ബൗളിലും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഇഡ്ഡലിയായി കിട്ടുമല്ലോ. ഞാൻ ഈ ബൗൾ വെക്കുന്നത് ആ ഒരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. താഴെ നിന്നുള്ള ആ ഇഡ്ഡലിയുടെ മാവൊന്ന് മുകളിലേക്ക് തട്ടുമ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ്. അപ്പോൾ നല്ല ഹൈറ്റിൽ ഇരുന്നോളും നമ്മുടെ അടുത്ത തട്ട്. നമുക്കിനി നമ്മുടെ ലാസ്റ്റ് തട്ട് ഇതാണ് 3ാമത്തെ തട്ട്. ഇതും കൂടെ വെച്ച് കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് സെൻറ്ററിൽ ഉണ്ടാക്കാൻ കുഴപ്പമില്ല, കാരണം നമുക്കിനി ഇതിൻ്റെ മുകളിൽ തട്ട് വെക്കണ്ട. അതുകൊണ്ട് അതാണ് നമ്മളങ്ങനെ ഒരു 21 ഇഡ്ഡലി ഉണ്ടാക്കാനുള്ളത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഈ ഇഡ്ഡലി പാത്രത്തിൽ എനിക്ക് 21 ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ബൗളിൻ്റെ അകത്തേക്ക് നമ്മൾ ഒഴിച്ചതും കൂടെ കൂട്ടി 21 ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കറ്റ് വെച്ച് കറക്റ്റ് ആ മാവെല്ലാം തീർന്നു. ഞാനെല്ലാം ഒഴിച്ചു കഴിഞ്ഞു. ഇവിടെ നിന്ന് കുക്കാവട്ടെ കേട്ടോ. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലി പാത്രമൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇഡ്ഡലി. ലാവി വറക്കുന്ന ഇഡ്ഡലി. അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം ഓഫാക്കാം. നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇത് ഞാനൊന്ന് മാറ്റി ഇനി പ്ലേറ്റിൽ വെള്ളത്തിലൊന്ന് വെച്ച് തണുപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ തട്ടുകളൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇഡ്ഡലി കുത്തിയെടുത്ത് ചട്നി കൂട്ടി അടിപൊളി ബ്രേക്ക്ഫാസ്റ്റായി. അപ്പോൾ ഞാൻ ഇഡ്ഡലി എല്ലാം കുത്തിയെടുത്തിട്ടുണ്ട് തട്ടിന്ന്. നല്ലപോലെ തണുത്ത് കഴിഞ്ഞപ്പോൾ അതെല്ലാം നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 21 ഇഡ്ഡലിയും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വീട്ടിൽ അരി അരച്ച് ഉഴുന്നരച്ചുണ്ടാക്കുന്ന ആ ഒരു ഇഡ്ഡലിയുടെ രീതിയിലല്ല നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് അതിന് കളറും എല്ലാം നല്ല വൈറ്റിഷ് കളറാണ് അതിൻ്റെ. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് അത്രയ്ക്ക് കളർ ഫീൽ ചെയ്യുന്നില്ല. കളറൊക്കെ ഇത്തിരി കുറവുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഈ രീതിയിൽ വേഗത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ടേസ്റ്റ് കാര്യമൊന്നും എനിക്കിപ്പോൾ അറിയില്ല. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഈ രീതിയിലും പെട്ടെന്നൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കാം. പരീക്ഷിച്ച് നോക്കല്ല, നമുക്ക് ഉണ്ടാക്കാം. കാരണം ഇപ്പം ഞാൻ ഓൾറെഡി പരീക്ഷണം കഴിഞ്ഞു. കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ടേസ്റ്റ് ചെയ്തതിൻ്റെ ഒരു റിവ്യൂ കൂടെ പറയണമെന്നുണ്ടെങ്കിൽ നല്ലത് അടിപൊളി. പക്ഷെ ഇതിനകത്ത് റവ ചേർത്തിട്ടുണ്ട് അവർ. നമ്മൾ കഴിക്കുമ്പോൾ അങ്ങനെ റവയുടെ ടേസ്റ്റ് വരുന്നുണ്ട് തിരിച്ച്. അതുകൊണ്ട് കംപ്ലീറ്റ്ലി അരി തന്നെയെന്ന് പറയാൻ പറ്റില്ല. ഇത്തിരി അവർ റവ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ റവയുടെ ഒരു ചെറിയൊരു ടേസ്റ്റ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല പെർഫെക്റ്റ്ലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കണം. ഇനി ഒരുപാട് ജോലികൾ എനിക്ക് കിടപ്പുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകാനും ഒക്കെ കിടക്കുകയാണ്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.